ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നമ്മുടെ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന പേപ്പർ ആരംഭിക്കുകയാണ്. വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ഫസ്റ്റ് മൊഡ്യൂൾ മാനേജ്മെൻറ്റ്. ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിങ് അബൌട്ട് മീനിങ് ആൻഡ് കൺസെപ്റ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ്. First of all, what is mean by management? Simply we can say management. Men means people work in the organization. ഒരു ഓർഗനൈസേഷനുള്ള എംപ്ലോയീസിനെല്ലാം മാനേജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്തത് കുറച്ചുകൂടെ നല്ലൊരു മീനിങ് നോക്കാം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ഹ്യൂമൻ എഫേർട്സ് ടു അച്ചീവ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് എഫക്റ്റീവ്ലി. നമ്മൾ നേരത്തെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് അവരെ മാനേജ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്തിനാണ് അവരെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. സോ ഈ മീനിങ്ങിൽ ആ കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഇതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉൾപ്പെടുന്നുണ്ട്? പ്ലാനിങ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു. ദെൻ ഓർഗനൈസിങ് മീൻസ് നമ്മൾ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഡിസൈഡ് ചെയ്തിട്ട് അത് ഓരോരുത്തർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ദെൻ സ്റ്റാഫിങ്, നമുക്ക് ആ ആക്ടിവിറ്റീസ് ചെയ്യാൻ ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് മാൻ പവർ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ മാൻ പവർ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ സ്റ്റാഫിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ ആ ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്യുക. ദെൻ ഡയറക്റ്റിംഗ്, നമ്മൾ അവരെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് അവരുടെ ഡ്യൂട്ടീസ് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യമില്ല, നമുക്ക് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും അതുപോലെ തന്നെ കമാൻഡ്സൊക്കെ കൊടുക്കണം. ദെൻ കൺട്രോളിങ്, നമ്മൾ കൊടുക്കുന്ന രീതി, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ കമാൻഡ് അനുസരിച്ചിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് എൻഷുവർ ചെയ്യണം. നമ്മൾ ഈ ഫങ്ഷൻസൊക്കെ ഇനി വീണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയാം. ദെൻ കൺട്രോളിങ് ഹ്യൂമൻ എഫേർട്സ് ടു അച്ചീവ് ദി ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് എഫക്റ്റീവ്ലി. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണോ അത് അച്ചീവ് ചെയ്യുക എന്നതാണ് ഈ മാനേജ്മെൻറ്റിൻ്റെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് കൺസെപ്റ്റ്സ് ഇൻ മാനേജ്മെൻറ്റ്. ഡിഫറെൻറ്റ് അതോറിറ്റീസ് ഹാവ് ഡിഫൈൻഡ് മാനേജ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. പല മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പല രീതിയിലാണ് ഈ മാനേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കൺസെപ്റ്റിൽ ഏതൊക്കെയാണ് കൺസെപ്റ്റ് എന്നും അതുപോലെ തന്നെ പല മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ഡെഫിനിഷൻസ് ഉണ്ടാവും. ഫസ്റ്റ് വൺ ഈസ് ഫങ്ഷണൽ കൺസെപ്റ്റ് ആസ് എ പ്രോസസ്. ഫങ്ഷണൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിന് ഒരു ഫങ്ഷനായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോസസ്സായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ദർ ഈസ് വേരിയസ് ആക്ടിവിറ്റീസ്, പല ആക്ടിവിറ്റീസ് അടങ്ങിയതാണ് ഒരു പ്രോസസ്സ്. നമുക്കൊരു ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ഹെൻറി ഫയോൾ. ഹെൻറി ഫയോൾ ആരാന്ന് കൊമേഴ്സ് പഠിച്ച എല്ലാവർക്കും തന്നെ അറിയാം. ഹീ ഈസ് ദി ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ്. According to him, to manage is to forecast and to plan, to organize, to command, to coordinate and to control. നമ്മൾ നേരത്തെ മീനിങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ ഡിഫറെൻറ്റ് ഫങ്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ടു ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ പ്ലാൻ, അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നു. ഓർഗനൈസ് ചെയ്യുന്നു. ടു കമാൻഡ്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. ദെൻ കോർഡിനേറ്റ്, ആ ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ഒന്ന് ഒന്നിപ്പിക്കുക. ദെൻ ലാസ്റ്റ് ഓൺ കൺട്രോൾ, നമ്മൾ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് എൻഷുവർ ചെയ്യുന്നു. സോ ഇത്തരം ആക്ടിവിറ്റീസിൻ്റെ ഒരു പ്രോസസ്സിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതാണ് ഫങ്ഷണൽ കൺസെപ്റ്റിൽ പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് ഹ്യൂമൻ റിലേഷൻസ് കൺസെപ്റ്റ്. ഇവിടെ അതിൻ്റെ പേര് പോലെ തന്നെ ഹ്യൂമൻ റിലേഷൻസിനാണ് ഇമ്പോർട്ടൻറ്റ്. മേരി പാർക്കർ ഫോളറ്റ് ഡിഫൈൻസ് മാനേജ്മെൻറ്റ് ഈസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെഫിനേഷനാണ്. ഇവിടെ ആർക്കാണ് ഇമ്പോർട്ടൻ്റ്? ഹ്യൂമൻസിനാണ്. മാനേജ്മെൻറ്റ് ഈസ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ആൾക്കാരിലൂടെ ഓരോ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് ഡിസിഷൻ മേക്കിംഗ് കൺസെപ്റ്റ്. റോസ് മൂർ ഡിഫൈൻസ് മാനേജ്മെൻറ്റ് മീൻസ് ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ ഡിസിഷൻ മേക്കിങ്ങിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ്. ഓരോ ടൈമിലും കൃത്യമായ ഡിസിഷൻസ് എടുക്കണം, അതാണ് മാനേജർ ചെയ്യേണ്ടതെന്നാണ് ഈ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് പറയുന്നത്. ഫോർത്ത് വൺ ഈസ് പ്രൊഡക്റ്റീവ് കൺസെപ്റ്റ്. According to F.W. Taylor, management is the art of knowing what you want to do and seeing that is done in the best and cheapest way. F.W. ടൈലറും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേര് തന്നെയാണ്. ഹീ ഈസ് ദി ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്.
അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് ഈ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് പ്രൊഡക്ടിവിറ്റിക്കാണ്. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് അതുപോലെ തന്നെ ലോ കോസ്റ്റിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡൺ ഇൻ ദി ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. ഏറ്റവും മികച്ചതുപോലെ ചീപ്പസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോ കോസ്റ്റ്, ഏറ്റവും കോസ്റ്റ് കുറഞ്ഞതുമായിട്ടുള്ള രീതിയിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് മാനേജ്മെൻറ്റ് എന്നാണ് F.W. ടൈലർ പ്രൊഡക്റ്റീവ് കൺസെപ്റ്റിലൂടെ പറയുന്നത്. Last one is integration concept. According to Wheeler, business management is a human activity which directs and controls the organization and operations of a business enterprise. Management is centered in the administration or managers of the firm who integrates men, material and money into the effective operating unit. ഇവിടെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവരൊരു ഇൻ്റഗ്രേറ്റീവ് യൂണിറ്റ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. മെൻ എന്ന് വെച്ചാൽ പീപ്പിൾ വർക്ക് ഇൻ ദി ഓർഗനൈസേഷൻ, ദെൻ മെറ്റീരിയൽസ് അവർ പ്രൊഡക്ഷൻ പ്രോസസ്സിനൊക്കെ എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ മണി നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും ആവശ്യമുണ്ട്. ഇത് 3ഉം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് മാനേജ്മെൻറ്റ് എന്നാണ് ഇൻ്റഗ്രേഷൻ കൺസെപ്റ്റിൽ പറയുന്നത്.